നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖഡ് ജൂലൈ 21-നാണ് വളരെ പെട്ടെന്നൊരു രാജി പ്രഖ്യാപിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ആ രാജിക്ക് കാരണമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. അതിനുശേഷം ജൂലൈ 22 മുതൽ ഇപ്പോൾ ഈ ദിവസം വരെ ജഗദീപ് ധൻഖഡിനെ കുറിച്ചിട്ട് യാതൊരു വിവരങ്ങളുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ കപിൽ സിബൽ അല്ലെങ്കിൽ ശിവസേന അടക്കം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ജഗദീപ് ധൻഖഡ് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആഭ്യന്തരമന്ത്രി അറിയിക്കണം. ശിവസേന അത്തരത്തിലൊരു പരാതി കൂടിയിട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണോ അല്ലെങ്കിൽ ഈ വീട്ടുകാരെ അടക്കം അല്ലെങ്കിൽ സ്റ്റാഫിനെ അടക്കം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കപിൽ സിബൽ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വിശ്രമത്തിലാണ് എന്നുള്ള അല്ലാതെ അദ്ദേഹമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ യാതൊരു വിവരങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന രീതിയിലേക്ക് കൂടിയിട്ട് പ്രതിപക്ഷം നീങ്ങുമെന്നാണ് അറിയുന്നത്. ഈ വിഷയമാണ് അടുത്തതായിട്ട്. അജിംസെ, നിലവിൽ നമ്മുടെ രാജ്യത്ത് കേട്ടുകളില്ലാത്തൊരു കാര്യമാണത്. രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിരുന്ന ആളെ രാജിവെച്ചതിന് ശേഷം കാണാതാകുന്നു എന്നുള്ളൊരു പരാതി വരുന്നു. ഹേബിയസ് കോർപ്പസുമായിട്ട് പ്രതിപക്ഷത്തെ പാർട്ടികൾ കോടതിയെ സമീപിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ? അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളത് കേട്ടുകളില്ല എന്നുള്ളത് പോട്ടെ, ഏതെങ്കിലും ഉപരാഷ്ട്രപതി സിറ്റിംഗ് ഉപരാഷ്ട്രപതി രാജിവെച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഒരു ഉപരാഷ്ട്രപതി അങ്ങനെ രാജിവെക്കേണ്ടി വന്നിട്ടില്ല. ഏതെങ്കിലും ഉപരാഷ്ട്രപതിക്കെതിരെ പ്രതിപക്ഷം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? ഒരു ഉപരാഷ്ട്രപതി എതിരെ ഉണ്ടായിട്ടില്ല. കാരണം ഉപരാഷ്ട്രപതിമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ അവർ അടുത്ത ടൈമിൽ അവർ രാഷ്ട്രപതി ആയേക്കാം, രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം, അല്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതിമാരെ നോക്കുക. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? എസ് രാധാകൃഷ്ണൻ. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായ പണ്ഡിതനായ ഒരു മനുഷ്യനാണ്. അവരുടെ ഓരോരുത്തരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയോളൂ. നമ്മുടെ ഓർമ്മയിലുള്ളവരും അല്ലാത്തവരുമായ ലിസ്റ്റ് എടുത്ത് നോക്കിയോ. എല്ലാവരും വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഉപരാഷ്ട്രപതികൾ ജാക്കിർ ഹുസൈൻ ആകട്ടെ, ഹാമിദ് അൻസാരി ആവട്ടെ, ആ രാജ്യത്തെ ഏറ്റവും വളരെ പ്രധാന സ്കോളർലി ലെവലുള്ള ഒരാളെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ്മാനെയാണ് ഉപരാഷ്ട്രപതിയാക്കുന്നത്. അപ്പോൾ ദൗർഭാഗ്യവശാൽ BJPക്ക് അങ്ങനെ ഒരു ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. അവർ രാഷ്ട്രീയക്കാരെയാണ് പരമാവധി. അവർ അതിന് അപവാദങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയതിലൊക്കെ അപവാദങ്ങളുണ്ട്. എങ്കിൽ പോലും പരമാവധി രാഷ്ട്രീയ വെങ്കയ്യ നായിഡുവിനെ പോലുള്ളവരൊക്കെയാണ് അവർ ഉപരാഷ്ട്രപതിയായി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുക. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാമ്യം നമ്മുടെ കേരളത്തിൻ്റെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ജനതാദളിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് ജനതാദളിലെത്തുകയും ജനതാദളിൽ നിന്ന് BSPയിലെത്തുകയും വീണ്ടും കോൺഗ്രസ്സിൽ വരികയും പിന്നീട് BJPയിൽ ചേർന്ന ഒരാളാണ്. അതായത് ശാഖയിലൂടെ വളർന്നു വന്ന BJPക്കാരനല്ല. ജഗദീപ് ധൻഖഡും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ജനതാദളിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. അതിന് മുമ്പ് അദ്ദേഹം വക്കീലായിരുന്നു രാജസ്ഥാൻ ഹൈക്കോടതിയിൽ. ജനതാദളിൽ ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിൽ മത്സരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രാജസ്ഥാൻ അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചു. ലോക്സഭയിൽ തോറ്റു. അങ്ങനെ പിന്നീട് അദ്ദേഹം 2003 BJPയിൽ വന്ന ആളാണ്. അതായത് ശാഖയിലൂടെ വളർന്നു വന്ന ആളല്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ BJPയിലേക്ക് വരുന്ന ആളുകൾ ഒരു പൊസിഷനിലെത്തുമ്പോൾ സ്വാഭാവികമായി അവർ പ്രകടിപ്പിക്കുന്ന ഒരു അമിത വിധേയത്വമെന്നോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ബിഹേവിയർ എന്നോ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ജഗദീപ് ധൻഖഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം വെസ്റ്റ് ബംഗാൾ ഗവർണറായി എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രധാന പണി ട്വിറ്ററിൽ വരിക, മമതാ ബാനർജിയെ ചീത്ത വിളിക്കുക, മമതാ ബാനർജിയെ ടാഗ് ചെയ്യുക. അവസാനം മടുത്ത് മമതാ ബാനർജി അയാളെ ബ്ലോക്ക് ചെയ്തു. ട്വിറ്ററിൽ ഗവർണറെ മുഖ്യമന്ത്രി ബ്ലോക്ക് ചെയ്തു. അത്രമാത്രം ചൊറിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം രാജിവെച്ചിട്ടാണ് പിന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹം രാജ്യസഭാ അധ്യക്ഷനാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർളയുടെ പെരുമാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും പ്രതിപക്ഷത്തോട് കർക്കശ സമീപനം സ്വീകരിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്യുമ്പോൾ പോലും സഭ നിയന്ത്രിക്കുന്ന രീതിയിൽ അതിൽ അദ്ദേഹത്തിനൊരു പ്രൊഫഷണലിസം ഉണ്ട്. ഒരു ലോക്സഭാ അധ്യക്ഷൻ എന്ന നിലയിൽ, സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ മോഡിലാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയായിരുന്നില്ല. ഇദ്ദേഹം സഭ നിയന്ത്രിക്കുന്നിടയ്ക്ക് അദ്ദേഹം തന്നെ പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പ്രസംഗം, അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ പിന്നീട് വായിച്ചിട്ടുള്ളതാണ്. ഞാൻ RSSൻ്റെ ഏകലവ്യനാണ് എന്നാണ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ RSSൻ്റെ ഏകലവ്യനാണ്. ഞാൻ RSSകാരനല്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മാറി നിന്ന് RSSനെ പഠിച്ചോളാണ്. ഐ വാസ് ഷോക്ക്ഡ്. ഇവർ ഇത്രയും രാജ്യസ്നേഹികളാണെന്ന് പറഞ്ഞ് ഞാൻ ഷോക്ക്ഡായിപ്പോയി എന്നുപോലെ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പ്രസംഗിച്ചതാണ്. എന്ന് മാത്രമല്ല, സഭ നിയന്ത്രിക്കുന്നതിൽ, സഭ പക്ഷപാതരഹിതമായി നിയന്ത്രിക്കുന്നതിൽ വൻ പരാജയമായിരുന്നു അദ്ദേഹം എന്ന് പ്രതിപക്ഷത്തിന് ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത്. ഇപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? റിസൈൻ ചെയ്യാനുള്ള കാരണം നോട്ട് കണ്ടെത്തിയ സുപ്രീം കോടതി ജഡ്ജിക്കെതിരായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം ലോക്സഭയിൽ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് രാജ്യസഭയിൽ അത് പ്രമേയം ചർച്ച ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ചിലപ്പോൾ അഴിമതിക്കെതിരെ വൻ നീക്കം നടത്തുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ അത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ടോ മറ്റാരുമായിട്ടോ ഡിസ്കസ് ചെയ്ത് അദ്ദേഹം സ്വയം അത് തീരുമാനിച്ചു.
അദ്ദേഹം രാജിവെച്ച് പോകുന്നതാണ് നാം കാണുന്നത്. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം നിശബ്ദനാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ RSS വഴി വരാത്ത BJP-ക്കാർ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ അത് BJP-ക്ക് എപ്പോഴും തലവേദനയാണ്. സത്യപാൽ മല്ലിക്കിൻ്റെ ഉദാഹരണം നമ്മൾ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണി അദ്ദേഹം എന്തെങ്കിലും തുറന്നു പറയുമോ? അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു ഉപരാഷ്ട്രപതിയാണല്ലോ, അദ്ദേഹം രാജിവെച്ചു, അദ്ദേഹം എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാവധി കേടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ സൈലൻസ് ചെയ്യപ്പെട്ടതാണോ എന്ന ഗുരുതരമായ ഒരു സംശയമാണ് കപിൽ സിബൽ മുതൽ സഞ്ജയ് റൗത്ത് മുതൽ ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അദ്ദേഹം ഇവിടെ പോയി, അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയായി അദ്ദേഹം റിസൈൻ ചെയ്തു. താൻ എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയണ്ടേ? മുമ്പ് ഇതുപോലത്തെ സമാനമായ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു ഇലക്ഷൻ കമ്മീഷനിലായിരുന്ന ഒരു കമ്മീഷൻ അംഗം രാജിവെച്ച് പോയത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഒരു ഇലക്ഷൻ കമ്മീഷൻ അംഗം പെട്ടെന്ന് അങ്ങനെ രാജിവെച്ച് പോവുകയാണ്. അദ്ദേഹം എന്ത് രാജിവെച്ചു എന്ന് ആർക്കും അറിയില്ല, അത് എവിടെ പോയി എന്നറിയില്ല. സെയിം അവസ്ഥയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ആ യന്ത്ര സംവിധാനം സമ്പൂർണ്ണമായി ദുരൂഹമാണ്. പല കാര്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹത ചൂഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് എന്ത് കോൺസ്പിറസി തിയറി ഉണ്ടാക്കാം? ഇപ്പോൾ ജഗ്ദീപ് ധൻഖഡിനെ വീട്ടുറങ്കലിലാക്കിയേക്കുവാന്ന് ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. ആ ആൾക്കെന്തും പറയാം. എന്തുകൊണ്ടാണ്? ദുരൂഹത ചൂഴ്ന്നു നിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ദുരൂഹത നീക്കണമെങ്കിൽ അത് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ, നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യത്തിൽ ഈ ദുരൂഹത എങ്ങനെ ചൂഴ്ന്നു നിൽക്കുകയാണ്? എങ്ങനെയാണ് ദുരൂഹത ഉണ്ടായത് കഴിഞ്ഞ 11 വർഷം കൊണ്ട്? അപ്പോൾ ഈ സംവിധാനത്തെ ചലിപ്പിക്കുന്ന, ഈ സംവിധാനത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിഷാദേ, ഈ ജഗദീപ് ധൻഖഡിൻ്റെ രാജി വന്ന ഉടനെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാവ് KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു BJP-ക്കാരനായ അല്ലെങ്കിൽ അതിനോട് RSS-നോട് അത്രത്തോളം വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു ഉപരാഷ്ട്രപതിയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതിപക്ഷം കൂടിയിട്ടാണ് രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് അതിനെ? നോക്കൂ, അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നു. സഞ്ജയ് റാവത്ത് കത്തയക്കുന്നു. എന്നിട്ടും പക്ഷേ BJP-ക്കാരും മിണ്ടുന്നില്ല. അമിത്ഷാ മിണ്ടുന്നില്ല, പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, BJP-യുടെ ദേശീയ അധ്യക്ഷൻ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഇദ്ദേഹം ആരോഗ്യ കാരണങ്ങളാലാണ് രാജിവെച്ച് പോകുന്നതെന്നാണ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുന്ന ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കെ. അപ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച് പോകുന്ന മഹനീയമായ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ഒരു ഫെയർവെല്ലെങ്കിലും കൊടുക്കട്ടെ. അത് കൊടുക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിനെ രേഖപ്പെടുത്തുന്നു വളരെ തണുത്ത ഭാഷയിൽ. വേറെ ഏതെങ്കിലും BJP-ക്കാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുകയോ ഓർക്കുകയോ നന്ദി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം രേഖപ്പെടുത്തുകയാണ് അവർ. അദ്ദേഹത്തിൻ്റെ മറവിയിലേക്ക് അതിവേഗം തള്ളിയിടുന്നു. അയാളുമായി ബന്ധപ്പെട്ട ഒരു സംഗതികളും വീണ്ടും ചർച്ചയാക്കി കൊണ്ടുവരാനോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനോ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാനോ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ വളരെ പൊടുന്നനെ ജഗ്ദീപ് ധൻഖഡിനോട് വലിയ രാഷ്ട്രീയ വിരോധം BJP-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു എന്നത് സുനിശ്ചിതം. അല്ലെങ്കിൽ ഇങ്ങനെയാണോ? ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഒരാൾ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഏത് സുപ്രീം കോടതിയെപ്പോലും ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിന് സുപ്രീം കോടതിയെ ആക്ഷേപിക്കാൻ മുന്നിൽ നിന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ആഞ്ഞ് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ ആരോഗ്യ പ്രശ്നം വന്നു. ആരോഗ്യ പ്രശ്നം ആർക്കും വരാം. പോകുമ്പോൾ അദ്ദേഹത്തെ നന്നായി ഓർക്കുക, നല്ലൊരു ഫെയർവെൽ കൊടുക്കുക, കയ്യടി കൊടുക്കുക എന്നത് ചെയ്തില്ല. വളരെ ഒരു ഔപചാരിക ഭാഷയിൽ എഴുതി മോദി അവസാനിപ്പിച്ചു, വേറെ ആരും മിണ്ടുന്നില്ല. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തോട് വലിയ പക രൂപപ്പെടുന്ന എന്തോ ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. ഇത് കാരണമായി പറഞ്ഞ യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞ ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊടുത്തപ്പോൾ ഇദ്ദേഹം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു. സർക്കാരിന് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് തീരുമാനിക്കാൻ. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് രണ്ടുപേരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതിന് മുകളിലൂടെ ആര് തീരുമാനിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒരു ശക്തി വേണ്ട എന്ന സ്ട്രോങ് മെസ്സേജ് ആർക്ക് കൊടുക്കണം? ഈ എൻറ്റയർ സംവിധാനത്തിന് കൊടുക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഡിയോ അറിയാതെ എടുത്ത തീരുമാനം, ഇവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് രാജ്യസഭയുടെ അധിപൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് വേണ്ട. അപ്പുറത്തിരിക്കുമ്പോൾ ലോക്സഭയുടെ സ്പീക്കർ ഞാൻ തന്നെ തീരുമാനം എടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് വേണ്ട. രാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്ന് ദ്രൗപദി മുർമുവിന് തോന്നുന്നുണ്ടോ? വേണ്ട. ഗവർണർമാർക്ക് തോന്നുന്നുണ്ടോ? വേണ്ട. അത് മുഴുവൻ തീരുമാനിക്കപ്പെടുന്നത് ഡൽഹിയിലെ ഒരു ആഫീസിൽ നിന്നാണ്. അവിടെ നിന്ന് വരാത്ത തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുന്നുവെന്ന് ഞങ്ങളൊരു ഭരണഘടനാ സ്ഥാപനം നിലയ്ക്ക് ഞങ്ങൾക്ക് സ്വതന്ത്ര അവകാശങ്ങളുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന കർശന സന്ദേശമാണ്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയുന്നത് അവസാനിപ്പിച്ചോളൂ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു, നിങ്ങളുടെ സേവനവും കഴിഞ്ഞു എന്ന് ഭയപ്പെടുത്തലിന് അദ്ദേഹം ഇരയായിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കണം. നിങ്ങൾ കാരണം കാര്യമുണ്ട്, ഈ സൗകര്യത്തിനൊപ്പിച്ച് ഈ എന്തിനേയും പുകഴ്ത്തുന്ന ആളുകളുണ്ടല്ലോ, പരിധി വിട്ട് പുകഴ്ത്തുന്ന ആളുകൾ, അവർ സത്യത്തിൽ മഹാഭീരുക്കളായിരിക്കും. അവർക്കൊരു നിലപാടും ഉണ്ടാവില്ല. ആ നിലപാടില്ലായ്മതിൻ്റെ അടിസ്ഥാനം തന്നെ ഭീരുത്വമാണ്. നമ്മൾ കാലാപാനി സിനിമയിലെ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ കണ്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെ അവരുടെ നേട്ടത്തിന് വേണ്ടി അകത്ത് ഉൾക്കുത്തില്ലാതെ ആരെയും പുകഴ്ത്തും.
അതാണ് നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കാണുന്നത്. അവർക്ക് പരിധി വിട്ട പുകഴ്ത്തലായിരിക്കും. ആ ഭീരുക്കളെ വേഗത്തിൽ ഭയപ്പെടുത്താനും കഴിയും. അവർ വളരെ പെട്ടെന്ന് അടിമകളാവുകയും ഭയപ്പെടുകയും ചെയ്യും. ഇതിന് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും വിചാരിക്കണം. ഒരു ശബ്ദവും ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നില്ല. അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ജഗദീപ് ധൻഖഡ് എന്ന അധ്യായം എന്ന് വിചാരിക്കാനും പല ന്യായങ്ങളുണ്ട്. അല്ലെങ്കിൽ BJPയുടെ IT സെല്ലെങ്കിൽ ഒരു ഡിഫൻസിന് ഉണ്ടാക്കേണ്ടതല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂട സംവിധാനം പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം ദുരൂഹമായിട്ടാണ്. നിങ്ങൾ നിശബ്ദരാക്കപ്പെടും, നിങ്ങൾ ജയിലിലടയ്ക്കപ്പെടും, നിങ്ങൾ വേട്ടയാടക്കപ്പെടും, നിങ്ങൾ നിരോധിക്കപ്പെടും. അങ്ങനെ ഏതെല്ലാമോ തരത്തിൽ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരു രാഷ്ട്രമായി മാറിയാൽ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അകത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ പതിയെ സത്യപാൽ മല്ലിക്കിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. പിന്നെ വേറെ ജഡ്ജിമാരുടെയൊക്കെ ദുരൂഹമരണങ്ങളുടെ കഥ വേറെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പല കഥകൾ കേൾക്കുകയും പല ആക്ഷേപങ്ങൾ ഉയർന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയം എന്ന് പറയുന്ന സംഗതി കൂടി ഒരു വശത്തു കൂടി കൊണ്ടാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണകൂടം സഞ്ചരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ആകെ തുക എന്ന് തോന്നുന്നു. അതെ, ഈ ജഗദീപ് ധൻഖഡിനെ കണ്ടെത്താനായി ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം എത്തുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്.